ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് FreePBXനെ കുറിച്ചാണ്. വേൾഡ് വൈഡിലെ നമ്പർ 1 ഡയൽ സോഫ്റ്റ്വെയർ, ടെലഫോണിക് ഡയൽ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്ന FreePBX. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും വരുന്നത്. ഇത് ഫുൾ ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് മാത്രമായിരിക്കും വരുന്നത്. നോർമൽ രജിസ്ട്രേഷൻ ബേസ് ചെയ്ത് തന്നെ FreePBX 15 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നത് 15 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേബിൾ വെർഷൻ ആയിരിക്കും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് നോർമൽ VMware വർക്ക്സ്റ്റേഷനിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒന്ന് VMwareലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫിസിക്കൽ സെർവറിലോ ക്ലൗഡിലോ എങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ കൂടെ തന്നെ എല്ലാ പ്രൊസീജിയറും സെയിമാണ്. FreePBXൻ്റെ ആയാലും കൂടെ തന്നെ ഇതൊന്ന് ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാൽ കൂടെ തന്നെ നമ്മൾ നോർമൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ തന്നെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം ഒന്ന് ആസ്ട്രിക്സ് ഇൻസ്റ്റാൾ ചെയ്തു, ആ ഒരു ഓപ്ഷൻ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതൊന്ന് എല്ലാം ഇൻബിൽറ്റ് തന്നെ ഒരു ലിനക്സ് 7 എന്നുള്ള വെർഷനിലാണ് FreePBX ഫുള്ളൊന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. FreePBXനോട് തന്നെ സംഗമോ കാർഡ് മീൻസ് സംഗമോ എന്ന് പറയുമ്പോൾ തന്നെ ഡയലർ കാർഡ്സ്, പിന്നെ ഗേറ്റ് വേസ്, ടെലഫോൺസ്, അതെല്ലാം വന്ന് സംഗമോ എന്ന് പറയുന്നത് വേൾഡ് വൈഡിലാണ് വരുന്നത്. അവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 years വരേക്കും നമുക്കൊന്ന് ലൈസൻസ് ബേസ് ചെയ്തിട്ട് കൊടുക്കുന്നു. വൺ ടൈം പർച്ചേസാണ്. പക്ഷേ 25 വർഷത്തേക്കാണ് ലൈഫ് ലോങ് ടൈം ഫ്രീ ആയി കൊടുക്കുന്നത്. മീൻസ് അതിൻ്റെ സപ്പോർട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിലേ വാങ്ങിക്കുമ്പോൾ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സപ്പോർട്ട് ഫുൾ ടൈം കിട്ടും. പക്ഷേ കോസ്റ്റ്ലിയാണ്. നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്റ്റേബിൾ വെർഷൻ ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഇത് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ താഴെ കാണുന്നതിന് റീഡ് ആവുന്നതാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള സിപ്പ് സ്റ്റേഷൻസ്, പിന്നെ FreePBXൻ്റെ ഡിവൈസസ്, ഫോൺസ്, പിന്നെ അത് തന്നെ അതിൻ്റെ CRM സുലു, ഇത് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പാസ്വേഡ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഡീഫോൾട്ട് അഡ്മിൻ എന്നാണ് വരുന്നത്. നെറ്റ്വർക്ക് വേണമെങ്കിൽ തന്നെ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഞാനിതൊരു നെറ്റ്വർക്ക് ലാസ്റ്റ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ഒന്ന് ഡീഫോൾട്ടായിട്ട് 192.168.207.132 എന്നുള്ള IP ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വരുന്ന FreePBX. പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും പാസ്വേഡ് ഒന്നും നമ്മളൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ ഇതായിട്ടാണ് നമ്മൾ റിയൽ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡാണ് കൊടുക്കുന്നത്. ഹാഷ്, ഡോട്ട്, നമ്പേഴ്സ്, ആൽഫബറ്റ് ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടാണ് വരുന്ന പാസ്വേഡ് മാത്രമേ സെറ്റ് ചെയ്യുക. സിപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ട്രങ്കാണ്. അത് നമ്മൾ തന്നെ ഒരു ചാനൽസ്, നമ്പർ ഓഫ് ചാനൽസ് അവൈലബിലിറ്റി ഉള്ള ഒരു സിപ്പ് സ്റ്റേഷൻ മീൻസ് സിപ്പ് ബാങ്ക്. നമുക്ക് എത്ര ചാനലാണ് വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് ഡയറക്റ്റായിട്ട് തന്നെ ഇതിൽ തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ചാനൽസ് ഫ്രീ ആയി കിട്ടും. ഇതൊന്ന് ഇൻ്റർനാഷണൽ കോളിങ്സിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഒത്തിരി പേരൊന്ന് ഹാർഡ്വെയർ ഇതൊന്നും റിക്വയർമെൻറ്റ് ചെയ്യാതെ തന്നെ സിപ്പ് സ്റ്റേഷനൊക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ആഫ്റ്റർ റീബൂട്ടിങ് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പിയറൻസ് കുറേ ഡിഫറെൻ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ട്, UCP ഉണ്ട്, പിന്നെ ടെലഫോണിക് ഗേറ്റ് വേസ് ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. FreePBX പോലെയാണ് എലാസ്റ്റിക്സും, അതും സെയിം ഇതേപോലത്തെ ഓപ്ഷൻസ്. അത് ഫ്രണ്ട് ഇൻ്റർഫേസിലാണ് നല്ല സൂപ്പറായിരിക്കും അതിൽ വരുന്നത്. അത് 3x ഫോൺസ് ആയിരിക്കും അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. എലാസ്റ്റിക്സ് ഇതിന് വന്ന് FreePBXന് നമുക്ക് എക്സലൈറ്റോ സ്വൈപ്പറോ ഏത് വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് CRM നമുക്കൊന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും. കാര്യം നിറയെ ടെലഫോണിക്ക് നിറയെ അതിൻ്റെ പ്ലഗിൻസ് എല്ലാം നമ്മളൊന്ന് 25 years അല്ലെങ്കിൽ ബണ്ടിൽ പാക്ക് പോലത്തെ പർച്ചേസ് ചെയ്താൽ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസ്അഡ്വാൻറ്റേജ് മീൻസ് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ഓപ്പൺ സോഴ്സ് വരുമ്പോൾ തന്നെ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്ത് തന്നെ ഫ്രീ ആയിട്ട് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടിയിരിക്കും നമുക്ക്. പക്ഷേ ഇതിൽ അതിൻ്റെ CRM ഒന്ന് നമ്മളൊന്ന് പർച്ചേസ് ചെയ്യേണ്ടിയുള്ള രീതിയിലാണ് ഇതിൽ വരുന്നത്. 25 yearsൻ്റെ അതിനുണ്ട്. അതൊന്ന് നമ്മൾ വൺ ടൈം പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട്, പിന്നെ അതിന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെവലപ്മെൻറ്റ് സപ്പോർട്ടെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഡീഫോൾട്ട് IP എന്ന് പറയുന്നത് 132. ഞാൻ ഈ 132 എന്നുള്ളത് എൻ്റെ PCയിലെ തന്നെ നെറ്റ്വർക്കിലെ അഡീഷണൽ ആയിട്ടുള്ള IP, ആ ഒരു റേഞ്ച് ഓഫ് IP ഞാൻ ആഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഒരു IP ഒന്ന് എനിക്കൊന്ന് പിങ്ക് ആവത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടായിരിക്കും ലോഗിൻ ചെയ്യുന്നത്. FreePBXൻ്റെ ഒരു അഡ്വാൻറ്റേജ്, വൺസ് നമ്മൾ തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റെക്കോർഡിംഗ് വോയിസ്
പ്രോപ്പറായിട്ടായിരിക്കും വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ വൺസ് ഒന്ന് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് MP3 ആയിട്ട് എടുക്കാം, GSM ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ വരും. ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാം ചെയ്യും. പക്ഷേ VCD തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. 2 വേവ് ഫയലുകൾ കൺവേർട്ട് ചെയ്ത് അതിനെ MP3 ആക്കി എടുത്ത് വേണം അതിൻ്റെ ഫോർമാറ്റിലെടുക്കണം. അത് വേറൊരു പ്രൊസീജിയറാണ്. അത് ഞാൻ VCD ചെയ്യുന്നത് കാണിക്കാം. പക്ഷേ ഇത് FreePBXൽ ഡിഫറൻറ്റ്, VCD ഡിഫറൻറ്റ്. ഇത് മെയിനായിട്ടുള്ള ഡിഫറൻസ് അത് വരുത്തും. FreePBXൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻകമിങ് കോൾസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ മീൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ IVR ചെയ്യാൻ പറ്റും. പിന്നെ മാനുവലായിട്ട് ഡയലിങ്. പക്ഷേ ക്യാമ്പയിൻ ബേസ് ചെയ്തുള്ള ഡയലിങ് വന്ന് ഡിഫിക്കൽട്ടാണ്. അത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡയലിങ്, ക്യാമ്പയിൻ ഓട്ടോമാറ്റിക് ഡയലിങ്, ആ ഓപ്ഷൻ ഇതിൻ്റെ അകത്തുനിന്ന് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഡയറക്റ്റായിട്ട് ക്യാമ്പയിൻ ബേസ് ചെയ്തുള്ള ഡയലിങ് എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത് മാത്രമേ വർക്ക് ആകത്തുള്ളൂ. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഓപ്ഷൻസ് വരും. നെയിം, പിന്നെ അതുപോലെ തന്നെ മെയിൽ ID. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നത് നമ്മുടെ മെയിൽ IDയിലേക്കായിരിക്കും. ഞാൻ ഇതിന് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടുള്ള മെയിൽ ID തന്നെ കൊടുത്ത് ഞാൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ബേസ് ചെയ്തിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഞാൻ വന്ന് ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് ഞാൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്നൊരു ടെമ്പററി ആയിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് നമുക്കൊന്ന് അതിൻ്റെ അപ്ഡേഷൻസോ വലിയ രീതിയിലുള്ള ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് ആവശ്യമുള്ളത് മാത്രമായിട്ട് നോട്ടിഫിക്കേഷൻസും ഇതെല്ലാം വന്ന് ഞാൻ ഒന്ന് ഡീഫോൾട്ടല്ല, ഇതൊന്ന് മാൻഡേറ്ററിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് ചെയ്താൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഇനേബിൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എൻ്റർപ്രൈസ് ഈ മേളിൽ കാണുന്ന ടാബൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ്റർപ്രൈസ് ചെയ്ത് ബേസ് ചെയ്ത് വരുന്നത് ഫുൾ ടാബ് അഡ്മിനിസ്ട്രേഷൻ, ഡാഷ്ബോർഡ്, പിന്നെ ടെലിഫോൺ ഗേറ്റ്വേ, UCP, ഇത് റിലേറ്റഡ് എല്ലാം വരുന്നത് തന്നെ നമുക്ക് ഉള്ളിലോട്ട് ലോഞ്ച് ചെയ്യണം. എപ്പോഴും ഇതൊരു ടൈപ്പാണ്. FreePBX ആൻഡ് സംഗമോ ഇത് രണ്ടും കൂടി ടൈപ്പാണ്. FreePBXൻ്റെ ഡയലറും FreePBXൻ്റെ സോഫ്റ്റ്വെയറിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഹാർഡ്വെയറാണ് സംഗമോ കാർഡ് എങ്ങനെ ഇരിക്കും, പിന്നെ അതുപോലെ തന്നെ സംഗമോ കാർഡിൻ്റെ ഡിവൈസസ് അത് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ നെക്സ്റ്റ് വരുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഡയലർ കാർഡ് തന്നെ ഒത്തിരി തരത്തിലുണ്ട്. സംഗമോ കാർഡ്, DGM കാർഡ്, പിന്നെ കാർഡ് ഫ്രെയിം കാർഡ്, പിന്നെ ഒത്തിരി കാർഡുകളുണ്ട്. പക്ഷേ ഇതിൽ സംഗമോ കാർഡും DGM കാർഡാണ് ഏറ്റവും കോസ്റ്റ്ലി. അത് അതിൻ്റെ 4 പോർട്ട്, 2 പോർട്ട്, 16 പോർട്ട് ചാനലുണ്ട്. അതിൻ്റെ 4 പോർട്ടൊക്കെ തന്നെ മാക്സിമം അതിൻ്റെ പ്രൈസ് തന്നെ 1 lakhന് മേളിലായിട്ടുണ്ട്. പിന്നെ അതിന് 90,000 താഴെയുള്ള കാർഡുകളൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ FreePBXൻ്റെ ലോഗിൻ, ഇതാണ് ലോഗിൻ. ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. സെറ്റിങ്സ്, UCP, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ടാബ്. ഞാനിപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ടാബിൽ തന്നെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ അതുപോലെ തന്നെ ഏത് ലൊക്കേഷൻ റീജിയൻ ബേസ് ചെയ്തുള്ള ഇത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒന്ന് ഏഷ്യ, കൽക്കട്ട, നമ്മുടെ ഇന്ത്യൻ ബേസ് ചെയ്തിരുന്ന കൽക്കട്ട, അതിൻ്റെ ഒരു ടൈം സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മളൊന്ന് ആഡ് ചെയ്യുന്നത്. പിന്നെ ഫയർവാൾ ഒന്ന് ജസ്റ്റ് നോർമൽ എല്ലാം ഒന്ന്. എന്തുകൊണ്ടാണ് ഫയർവാൾ ഇനേബിൾ ചെയ്യുന്നത്? കാരണം എന്ന് വെച്ചാൽ മാക്സിമം വരുന്ന IPs വൈറ്റ് ഹാക്കേഴ്സ് ആൻഡ് ബ്ലാക്ക് ഹാക്കേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൽ ബ്ലാക്ക് ഹാക്കേഴ്സിൻ്റെ വരുന്ന IP അഡ്രസ്സ് മാക്സിമം ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാൽ മാത്രമായിരിക്കും നമ്മളിതൊക്കെ എനേബിൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ പബ്ലിക്കിൽ നിന്നുള്ള ഒരു പർട്ടിക്കുലർ IPക്ക് നമ്മുടെ ഇത് ഒന്ന് ഡയലറാണ് ആക്സസ് ചെയ്യണം, FreePBX ആക്സസ് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വൈറ്റ് പേജ് ചെയ്തുള്ള വൈറ്റ് IP മീൻസ് നമ്മൾ ആ ഒരു IP ഒന്ന് വൈറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. വൈറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്താൽ മാത്രമായിരിക്കും ഇതൊന്ന് ഉള്ളിൽ അറിയത്തുള്ളൂ. ഇപ്പോൾ ഫയർവാളിൻ്റേതാണ് വരുന്നത്. ഫയർവാളിൻ്റേത് ഞാൻ ജസ്റ്റ് ഒന്ന് കോൺഫിഗറേഷൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അപ്ലൈ. പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളത് മേളിലൊന്ന് അതിൻ്റെ കോൺഫിഗറേഷൻ അപ്ലൈ ചെയ്യണം. ഏതൊരു കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അപ്ഡേറ്റ് എന്നുള്ളത്. അത് ചെയ്താൽ മാത്രമേ അതൊന്ന് അതിൻ്റെ നമ്മൾ ചെയ്ത ആ ഒരു കോൺഫിഗറേഷൻ വന്ന് ബാക്ക് എൻഡിൽ സ്റ്റോർ ആവത്തുള്ളൂ. ഇപ്പോൾ ചെയ്തേക്കുന്ന കോൺഫിഗറേഷൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഒന്ന് അതിൻ്റെ വെൽക്കം FreePBX എന്നുള്ള ആ ഒരു ടാബിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിലൊരു മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഫുൾ സ്ക്രീൻ ഇൻ്റർഫേസാണ്. ഇതിൻ്റെ തന്നെ അഡ്മിനിസ്ട്രേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നത് ടെലിഫോൺ ഗേറ്റ്വേ, MySQL സർവീസസ് ഏതൊക്കെയാണ് റണ്ണിങ്ങിലിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടാണ്. ടെലിഫോൺ ഗേറ്റ്വേന്ന് ആക്റ്റീവിലുണ്ടോ, പിന്നെ ഫയർവാൾ ആക്റ്റീവ് ഉണ്ടോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള HTTPS, പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വന്ന് എല്ലാ സർവീസും ഇതിന് മേളിലായിരിക്കും വരുന്നത്. പിന്നെ ഇതിൽ നിന്ന്
നമ്മുടെ ഈതർനെറ്റ് റിലേറ്റഡ്, ഈതർനെറ്റ് അപ്പാണോ, ഈതർനെറ്റിൽ എത്രയാണ് നമുക്കൊന്ന് ബാൻഡ് വിഡ്ത്ത്, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ട്രാഫിക്, അത് റിലേറ്റഡ് ഈ സൈഡിൽ തന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെർവർ പെർഫോമൻസ്, സെർവറിൻ്റെ യൂട്ടിലൈസേഷൻ റിലേറ്റഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സൈഡിലൊന്ന് MySQLs, പിന്നെ അതിൻ്റെ വരുന്നത് തന്നെ ടെലിഫോണിക് ഗേറ്റ് വേ അത് റിലേറ്റഡ്, പിന്നെ ഈതർനെറ്റ് റിലേറ്റഡ്, പിന്നെ ഡാറ്റാബേസ് റിലേറ്റഡ് എല്ലാം ഈ ഫ്രണ്ട് വിൻഡോയിലായിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ നമ്പർ ഓഫ് കോൾസ് ഇത് റിലേറ്റഡ് എല്ലാം ഇതിൽ വരും. അതുപോലെ തന്നെ ഇതിൽ പാച്ചസ്, പ്ലഗിൻസ് അത് റിലേറ്റഡ് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് ഇതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം ഈ ഫ്രണ്ട് വിൻഡോയിലായിരിക്കും വരുന്നത്. പിന്നെ ലോഡ് ടൈം, അപ്പ് ടൈം, പിന്നെ DB ബേസ് ചെയ്തുള്ള ഈ ഫ്രണ്ടിൽ കാണുന്ന തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന അതിൽ DB MySQL എന്തെങ്കിലും കാരണവശാൽ സർവീസസ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊന്നും കറക്റ്റായിട്ട് വർക്കൗട്ട് ആകത്തില്ല. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സർവീസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ നമുക്ക് ചെയ്യാൻ നല്ലൊരു ഫ്രീ ആയിട്ടുള്ളൊരു ഫീലായിരിക്കും വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് ഇതൊന്നും ഡാഷ്ബോർഡിൽ അഡ്മിനിസ്ട്രേഷൻ ഡാഷ്ബോർഡ് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ബേസ് ചെയ്യുന്നത് അതിൽ QA 2-3 ക്യൂ ഓപ്ഷൻസ് ഉണ്ട്, IVR 2-3 ഉണ്ട്, പിന്നെ ടെലിഫോണിക് ഗേറ്റ് വേ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട്, പിന്നെ IVR ബേസ് ചെയ്തുള്ളത്, പിന്നെ UCP യൂസർ ബേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ റെക്കോർഡിംഗ് ബേസ് ചെയ്തുള്ളതുണ്ട്, പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ട്സ് ബാക്കപ്പ് അത് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അതിൻ്റെ റിപ്പോർട്ട്സിൽ തന്നെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്കൊന്ന് ഇതിലൊന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിന് വേറൊരു ഓപ്ഷനാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഇതൊന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ കാണുന്നത് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ബണ്ടിൽ പാക്കേജാണ് വരുന്നത്. നമ്മളതിൻ്റെ CRM റിലേറ്റഡ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളൊന്ന് ബണ്ടിൽ പാക്കേജ് ചെയ്യാനുള്ളത് 1 വർഷത്തെയോ ഇല്ലെങ്കിൽ അതിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് പാക്കേജ് ഓരോരോ സെക്ഷൻ ബേസ് ചെയ്ത് ഫുള്ളായിട്ടുള്ള സപ്പോർട്ട് ഉള്ളതുണ്ട്, ആ CRMത്തിൻ്റെ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോരോ പാക്കേജ് മീൻസ് അതിന് 25 വർഷത്തേക്കാണ് ഇത്ര രൂപയാണ് വരുന്നത്. അത് ഡോളർ ബേസ് ചെയ്താണ്. നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് തന്നെ പർച്ചേസ് ചെയ്തത് 25 വർഷത്തേക്കാണ് ഫുള്ളായിട്ടുള്ള സപ്പോർട്ട് അവർ സൈഡിൽ നിന്ന് കാണും. ഇത് അതിൻ്റെ പാക്കേജസൊക്കെ ഏതൊക്കെ പാക്കേജാണ് അതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ളത്. ലാസ്റ്റ് വരുന്നതിൽ എല്ലാ പാക്കേജും കൂടെ ചേർന്നതായിരിക്കും വരുന്നത്. അതിൽ തന്നെ പിന്നെ കാൾ റെഡി ബേസ് ചെയ്തും അതിൽ നമ്മൾ ഇതിൻ്റെ മാനുവലൊക്കെ എടുത്ത് പഠിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അറിയും, ഒത്തിരി വരും. ഓട്ടോ ഡയലിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ക്യാമ്പയിൻ ഡയലിംഗ് ബേസ് ചെയ്ത് തന്നെ ഒരു എൻ്റർപ്രൈസ് ഉണ്ട്, അത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1 ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ 25 ഇയേഴ്സിനാണ് ഫ്രീ ആയിരിക്കും. എല്ലാ സപ്പോർട്ടും അവരുടെ സൈഡിൽ നിന്ന് തന്നെ വരും മെയിനായിട്ട്. പക്ഷേ വൺസ് നമ്മൾ എല്ലാം പർച്ചേസ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. FreePBX നല്ല നമ്മൾ യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല ഇതായിരിക്കും വരുന്നത്. അങ്ങനെ അതിൽ കൂടെ തന്നെ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ക്യാമ്പയിൻ ക്രിയേഷൻ മാത്രമല്ല ട്രങ്ക്, DAD ക്രിയേഷൻസ്, IVR എങ്ങനെയാണ് ചെയ്യുന്നത്, ക്യൂ എങ്ങനെയാണ് ചെയ്യുന്നത്, ക്യൂ റൗട്ടിങ് അത് റിലേറ്റഡ്, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഓപ്ഷൻസാണ് അതിൽ വരുന്നത് അത് 1 by 1 ഇതിൽ വന്ന് എന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. DSPയിൽ നിന്ന് ജോഷി. ബൈ ബൈ.